അങ്ങനെ നമ്മളുടെ സ്വന്തം നാട്ടിൽ എൻ്റെ വീട് കോട്ടയത്ത് ഞാൻ എത്തിയിരിക്കുകയാണ്. 2 ദിവസത്തേക്ക് വേണ്ടി എളുപ്പം ഓടിപ്പോകാനായിട്ട് വന്നേക്കുവാണ്. അതുകൊണ്ട് സമയമൊന്നും കളയാണ്ട് തന്നെ രാവിലെ തന്നെ പരിപാടിക്ക് ഇറങ്ങിയേക്കുവാണ്. തലേദിവസം രാത്രിയിലാണ് വന്നപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി, 11:30 12 കഴിഞ്ഞു. അപ്പോൾ പിന്നെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് നമുക്ക് പിന്നെ സമയത്തിന് മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ എങ്ങനെ പോയാലും വെളുപ്പിന് എഴുന്നേക്കും. ആരും എഴുന്നേറ്റിട്ടില്ല. എന്നാൽ പിന്നെ എൻ്റെ കൊച്ചിൻ്റെ കൂടെയൊക്കെ ഇരിക്കാമെന്ന് വെച്ചു. അവനാണ് എൻ്റെ അപ്പു. അവനൊരു 14 ഇയേഴ്സ് ഉണ്ട്. എൻ്റെ വീട്ടിലെ എൻ്റെ സ്വന്തം അപ്പു. അപ്പോൾ അവനെയും കളിപ്പിച്ച് അവനെ ഇറക്കി വിട്ട് അവൻ്റെ ഇതുവഴി അതുവഴിയൊക്കെ ഓടിക്കളിച്ച് ഞങ്ങൾ ഒത്തിരി ഓടിക്കളിച്ച സ്ഥലമാണിത്. അവൻ കുഞ്ഞിലെ കൊണ്ടുവന്നപ്പം മുതലേ ഞങ്ങളുടെ ഗാർഡനിൽ കൂടെ എന്തോരം ഓടിക്കളിച്ച് നടന്ന് അപ്പുവിൻ്റെ കൂടെ എന്തുമാത്രം ഞാനും എൻ്റെ ബ്രദറും കളിച്ചിട്ടുണ്ട് ഇതിനകത്തൂടെ. ഇപ്പം മമ്മയുടെ ഗാർഡനാണ്. മമ്മ ഇന്ത്യയെന്നൊക്കെ ഞാൻ പുറകെ വീഡിയോയിൽ പറയാം. എന്തിനാണ് ഓടിപ്പിടിച്ച് 2 ദിവസത്തേക്ക് വേണ്ടി വന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഇപ്പോൾ നമുക്ക് വീട്ടിലെ അമ്മയുടെ കലാപരിപാടികൾ കാണാം. എന്നെപ്പോലെ തന്നെ തട്ടിക്കൂട്ട് ഗാർഡനും എല്ലാം സെറ്റ് ചെയ്ത് എല്ലാ സംഭവങ്ങളും വീടിനകത്ത് തന്നെയുണ്ട്. ചെറിയ സ്ഥലമാണെങ്കിൽ പോലും ഇല്ലാത്തതൊന്നുമില്ല. എവിടെ നിന്നൊക്കെ ചെടികൾ കിട്ടുമോ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വെക്കും. പിന്നെ കുറേ നേരമൊക്കെ ഇതുവഴിയൊക്കെ നടന്ന് എന്തൊക്കെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം എന്നുള്ള പ്ലാൻ ഇട്ട് ഞാൻ എല്ലാം കാൽക്കുലേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകേണ്ട ചെടികളുടെ എണ്ണം. പിന്നെ രാവിലെ പപ്പയും കൂട്ടി പുറത്ത് പോകണം. കാരണം ബ്രേക്ക്ഫാസ്റ്റും എല്ലാ സംഭവങ്ങളും ഞാൻ തന്നെ ഉണ്ടാക്കണം. ഇവിടെ വീട്ടിൽ വേറെ ഉണ്ടാക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് നമ്മൾ രാവിലെ ഒരു ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്നാണേലും പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അതും വാങ്ങിച്ച് ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് 2 ദിവസത്തേക്കുള്ള സാധനമൊക്കെ വാങ്ങിച്ച് വെച്ചാൽ എനിക്ക് എളുപ്പമാണല്ലോ. അങ്ങനെ പപ്പായയും കൂട്ടി പോവാണ്. ചിക്കനൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്ന് കുക്കിങ്ങൊക്കെ തുടങ്ങണമല്ലോ പതുക്കെ. എങ്ങനെ ആയാലും കേരള ഫുഡ് കുക്ക് ചെയ്തിട്ട് കുറേ നാളുകളായി. അപ്പോൾ അതിനുള്ള പ്ലാനിങ് എന്തുണ്ടാക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ കാണാം.